ഹലോ വെൽക്കം ബാക്ക് ഗൈസ്. ഡേ 4 സ്റ്റാർട്ട് ചെയ്ത് മണിക്കൂറുകൾക്കകം തന്നെ ഓസ്ട്രേലിയ വരിഞ്ഞു മുറുക്കുന്ന ഇന്ത്യൻ ബോളേഴ്സിനെ നമ്മൾ കണ്ടു. ബൂമറയുടെ പ്രകടനം അസാധ്യമായിരുന്നു, അത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. കൂടെ മനോഹരമായിട്ട് തന്നെയായിരുന്നു സിറാജ് ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഓസ്ട്രേലിയ അവിടെ തകർന്ന് തരിപ്പണമാകുമെന്ന് വിചാരിച്ചിടത്താണ് പാറ്റ് കമ്മിൻസിൻ്റെയും ലാമിഷൻ്റെയും ആ ഒരു പാർട്ട്ണർഷിപ്പ് വരുന്നത്. അതിനുശേഷം 10th വിക്കറ്റ് പാർട്ട്ണർഷിപ്പിൽ ബോളണ്ടും അതോടൊപ്പം തന്നെ നെതൻ ലിയോണും മികച്ചൊരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്യുന്നു. നിലവിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 333 റൺസിന്റെ ലീഡാണ് ഓസ്ട്രേലിയ അവിടെ ഉയർത്തിയിരിക്കുന്നത്. ഡേ 5 ഇത് ചേസ് ചെയ്യുക എന്ന് പറയുന്നത് ഒട്ടും ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. അതോടൊപ്പം തന്നെ അഥവാ ചേസ് ചെയ്യണമെങ്കിൽ ഇന്ത്യയുടെ ന്യൂ ബോളിലുള്ള സർവൈവൽ സ്കില്ല് എത്രത്തോളമാണെന്ന് അറിയേണ്ടി വരും. കാരണം ന്യൂ ബോളിൽ സർവൈവ് ചെയ്താൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ ഒരു സാധ്യത ഇവിടുന്ന് കാണുള്ളൂ. അതോടൊപ്പം തന്നെ ഓപ്പണിംഗ് സൈഡിൽ നല്ലൊരു കോൺട്രിബ്യൂഷൻ ഇല്ലാതെ ഇത്രയും വലിയൊരു സ്കോർ ചേസ് ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. പിന്നെ ഇവരുടെ വിക്കറ്റും പോകണം. അത്ര നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയായിരുന്നു ലിയോണും ബോളിന് നിന്നിട്ടുണ്ടായിരുന്നത്. 65 ബോളിൽ നിന്നും 10 റൺസാണ് ബോളിന് നേടിയത്. എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്നിംഗ്സ് ആണെന്ന് ഓർക്കുക. ഒരു സൈഡിൽ അക്രമമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ലിയോൺ. 54 ബോളിൽ നിന്നും 41 റൺസ്. പറയാതിരിക്കാൻ സാധിക്കില്ല, മികച്ച രീതിയിൽ തന്നെയായിരുന്നു ഇന്നത്തെ മത്സരത്തിൽ ഇന്ത്യൻ ബോളേഴ്സ് ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബൂമറയുടെ ആണെങ്കിലും സിറാജിൻ്റെ ആണെങ്കിലും ബോളിംഗ് എടുത്തു പറയേണ്ടതാണ്. പക്ഷേ മിസ്സാക്കിയ ക്യാച്ചസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഗെയിം ജയിക്കാനെന്ന് കാണിച്ചു തരുന്ന ഒരു ഗെയിമായിരുന്നു ഇന്ന്. ജയ്സ്വാളിൻ്റെ മോശം ഫീൽഡിങ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്ക് വലിയ തിരിച്ചടി തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഒരുപക്ഷെ ആ ക്യാച്ചസ് എടുത്തിരുന്നെങ്കിൽ ഒരു 250-ന് താഴെ ഓസ്ട്രേലിയയെ ഇന്ന് ഒതുക്കാൻ സാധിക്കുമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ആ ഒരു മൊമെൻറ്റം കട്ടായി പോയത് ഇന്ത്യൻ ബോളേഴ്സിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയാണ്. അത് നല്ല രീതിയിൽ പണിയും കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇനി ബൂമറുടെ കാര്യത്തിലേക്ക് വരാം. ഇന്ന് രാവിലെ കറക്റ്റായിട്ട് അലാറം വെച്ച് കളി കണ്ട ഒരാളാണ് ഞാൻ. കോൺസ്റ്റേഴ്സിൻ്റെ ആ ഒരു വിക്കറ്റ് ബൂമറ എടുക്കുമെന്നുള്ളത് 100% ഉറപ്പാണ്. ചെറുക്കൻ്റെ കിളി പോയി. ഇതുവഴിയാണ് ബോൾ വന്ന് മിഡിൽ സ്റ്റെപ്പ് കൊണ്ട് പോയത് മനസ്സിലായിട്ട് കൂടി ഉണ്ടായില്ല. വിരാട് കോഹ്ലിയുടെ വിക്കറ്റ് പോയപ്പോഴും 18 റൺസ് ബൂമറയ്ക്ക് ഇട്ട് അടിച്ചപ്പോഴും ഒക്കെ മറ്റേ ക്രൗഡിനെ നല്ല രീതിയിൽ പമ്പ് ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്ന ആൾ അതേ രീതിയിൽ തന്നെ ഒരു സെലിബ്രേഷൻ ഇട്ട് ബൂമറ ചെറുക്കനെ പറഞ്ഞയച്ചു. എന്തായാലും മുട്ടുമ്പോൾ സൂക്ഷിക്കണമെന്ന് ചെറുക്കനെ മനസ്സിലായിട്ടുണ്ടാവും. മുഖത്ത് രക്തമില്ലായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. നല്ലൊരു ഇടിവെട്ട് പടി തന്നെയാണ് ബൂമറ കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഹെഡിനെ നിലയുറപ്പിക്കാൻ സമ്മതിച്ചില്ല നമ്മുടെ ബൂമറ. അതോടൊപ്പം തന്നെ ഋഷഭ് പന്തിൻ്റെ ആ ഒരു നമ്മുടെ സ്റ്റാർക്കിനെതിരെയുള്ള ആ റണ്ണൗട്ടും അടിപൊളിയായിരുന്നു കേട്ടോ. കിടിലായിട്ട് തന്നെ റണ്ണൗട്ട് നടത്തിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ഇന്നത്തെ മത്സരത്തിൽ കുറച്ചു ബെറ്റർ ആയിട്ട് തന്നെയാണ് കമ്പയർഡ് ടു ലാസ്റ്റ് ഫ്യൂ മാച്ചസ് സിറാജ് ബോൾ ചെയ്യുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആൾക്ക് ബോൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ആ ലാസ്റ്റ് വിക്കറ്റ് പാർട്ട്ണർഷിപ്പ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നമ്മുടെ ബോളേഴ്സിന് സാധിക്കാതെ വരുന്നത് വലിയ തിരിച്ചടി തന്നെയാണ് നൽകിയിട്ടുള്ളത്. എന്തായാലും ഈ ഒരു മത്സരത്തിൽ സമനില വരാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. മാച്ച് തുടങ്ങി ഒരു 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു 5% മാത്രമേ സമനില സാധ്യത ഉള്ളായിരുന്നു. ഇന്ത്യയുടെ വിൻ പെർസെൻറ്റേജ് കൂടിപ്പോണ്ടായിരുന്നു. പക്ഷേ നിലവിൽ ആ ഒരു സമനില സാധ്യത ഭയങ്കരമായിട്ട് ഹൈ ആവുന്നുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ ന്യൂ ബോളിൽ ഇന്ത്യ എങ്ങനെ സർവൈവ് ചെയ്യുന്നു എന്നനുസരിച്ചിരിക്കും ഇന്ത്യയുടെ ഈ ഒരു മത്സരത്തിലെ ഭാവി എന്ന് പറയുന്നത്. ഇന്നത്തെ രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസി എടുത്തു പറയണം. അത്യാവശ്യം നന്നായിട്ട് തന്നെയാണ് ആള് ഫീൽഡ് സെറ്റിങ്ങും അതോടൊപ്പം തന്നെ ബോളിംഗ് ചേഞ്ചസും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കുറച്ചുകൂടി എന്താ പറയുന്നത്, ഗെയിമിലേക്ക് ഇറങ്ങി ചെന്ന പോലൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. വിരാട് കോഹ്ലി ആണെങ്കിലും നല്ല അഗ്രസീവായിട്ട് ഫീൽഡിൽ നിൽക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ആ ഒരു ക്യാച്ചസ് ഡ്രോപ്പ് ചെയ്ത് വൻ തിരിച്ചടി തന്നെയാണ് ഇന്ത്യക്ക് നൽകിയിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് അറിയപ്പെടുത്താൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇറ്റ്സ് മീ ഗോകുൽ സൈനിങ് ഔട്ട്. ബൈ ബൈ.